ചെറുവണ്ണൂർ പള്ളിയിൽ വന്നിട്ട് ഇപ്പോൾ 4 വർഷമായി, 4ാമത്തെ വർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ന നാൾ മുതൽ പൗരസമിതിയിലെ അംഗങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ഇവിടുത്തെ എല്ലാ സാമൂഹിക പ്രവർത്തനങ്ങളിലും പങ്കുചേരാറുണ്ടായിരുന്നു. അപ്പോഴാണ് നമുക്കിവിടെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്കൊക്കെ ആശുപത്രിയിൽ പോകുവാനും മരണാവശ്യത്തിനൊക്കെ ആയിട്ട് ഒരു ആംബുലൻസ് സേവനം ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ആംബുലൻസ് വാങ്ങുകയും അതിൻ്റെ നടത്തിപ്പ് ഞങ്ങൾ തന്നെ ഡ്രൈവേഴ്സ്, വിവിധ തുറകളിൽ ജീവിക്കുന്നവർ, മതവർഗ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ആ ഒരു ആംബുലൻസ് ഓടിക്കാനായിട്ട് വോളണ്ടറി ആയിട്ട് വരികയും ഇപ്പോൾ ഒരു വൈദികൻ എന്ന നിലയിൽ ഞാനും അതിൽ ഭാഗമായി ചേർന്നു. അപ്പോൾ ഒരു ആത്മീയ തലത്തിൽ നിന്ന് ഭൗതികമായിട്ട് ജീവൻ സംരക്ഷിക്കുന്ന കടമയും എനിക്കുണ്ടെന്ന ബോധ്യത്തോടെ ഞാൻ ഈ ഒരു സേവനത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്തത്. അപ്പം ഇത് ഞങ്ങളുടെ ഒരു ബൗണ്ടറീസിൽ നിന്ന് കടന്ന് നമുക്ക് കൂടുതൽ സേവനം ചെയ്യാനായിട്ട് നല്ലൊരു അവസരം എനിക്ക് ലഭിച്ചതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഒത്തിരി സുഹൃത്തുക്കളുണ്ട് ഇപ്പോൾ, നല്ല ഡ്രൈവർമാരായിട്ട്, വിവിധ തലത്തിലുള്ള ഡ്രൈവേഴ്സായിട്ട് അവരൊരു കുടുംബം പോലെ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് ഈ സേവനം ചെയ്യുന്നു. ജിജു അച്ഛൻ്റെ വാക്കുകൾ കൊള്ളാം. ആത്മീയ തലത്തിൽ മാത്രമല്ല ഭൗതിക തലത്തിൽ കൂടി മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ കഴിഞ്ഞു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നയൻതാര നമ്മളോട് കൂടുതൽ പറയും. നയൻതാര, ഇപ്പോൾ തിരുവനന്തപുരത്തുണ്ട് ഒരു അച്ഛൻ ഇതേപോലെ ആംബുലൻസിൻ്റെ വളയം പിടിക്കുന്ന, പലയിടത്തും ഉണ്ടായിരിക്കും, പക്ഷെ കുറവായിരിക്കും. എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ പല തുറയിലുള്ള ആളുകൾ എല്ലാവരും അവരുടേതായ ഒരു ദിവസം ഇതിനു വേണ്ടി അർപ്പിക്കുന്നു. അങ്ങനെ നന്നായി പോകുന്നു ആ കൂട്ടായ്മ, അല്ലേ? നമ്മൾ ഈ അടുത്ത കാലത്ത് വൈറലായ അച്ഛൻ്റെ ഡാൻസ് ഒക്കെ കണ്ടിരുന്നല്ലേ, അതുപോലെ വ്യത്യസ്തനായ ഒരു അച്ഛനാണിത്. കോഴിക്കോട് ചെറുവണ്ണൂരിലെ തിരുഹൃദയ ദേവാലയത്തിലെ വികാരിയാണ് ഈ ഫാദർ ജിജു. അദ്ദേഹം വയനാട് അമ്പലവയൽ സ്വദേശിയാണ്. കഴിഞ്ഞ 4 വർഷമായി നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ്. പ്രിയപ്പെട്ട ആളാവാനുള്ള കാരണം ഇതാണ്, അവിടുത്തെ പൗരസമിതി, അവിടുത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു ആംബുലൻസ് വാങ്ങി. ഈ ആംബുലൻസ് സൗജന്യമായി ഓടിക്കാൻ ആരെങ്കിലും തയ്യാറാണോ എന്ന് ചോദിക്കുകയാണ് പൗരസമിതിയിലെ ആളുകൾ. അപ്പോൾ ഒരു ദിവസം എല്ലാ തിരക്കുകളും മാറ്റിവെച്ചുകൊണ്ട് ഈ ആംബുലൻസിൻ്റെ വളയം പിടിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഫാദർ എത്തുകയാണ്. ആ നാട്ടിലെ ഫാദർ പറഞ്ഞതുപോലെ തന്നെ ജാതി ഭേദമന്യേ എല്ലാവരും ഫാദറിനെ സ്വീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട വ്യക്തിയാണ് ഇപ്പോൾ ഫാദർ. ഫാദർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തിരക്കുകളെല്ലാം മനുഷ്യ സൃഷ്ടിയാണ് എന്നത്. സത്യത്തിൽ നമ്മളൊക്കെ മറന്നു പോകുന്നൊരു കാര്യമാണത്. അപ്പം ഈ അദ്ദേഹം ഒരുപാട് തിരക്കുള്ള മനുഷ്യനാണ്. ആ തിരക്കുകളൊക്കെ ഒരു ദിവസം മാറ്റിവെച്ചുകൊണ്ടാണ് ഈ ആംബുലൻസിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി അദ്ദേഹം ഇറങ്ങുന്നത്. നമ്മൾ വിചാരിച്ചാലും അതുപോലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് അങ്ങനെയുള്ള നന്മയുള്ള കാര്യങ്ങളൊക്കെ, ഈ കാര്യമെന്നല്ല പല കാര്യങ്ങളും നമുക്കും ചെയ്യാൻ സാധിക്കുമെന്നൊരു മെസ്സേജ് കൂടിയാണ് ഫാദർ തരുന്നത്. നല്ല ഇടയൻ്റെ വഴി സ്വീകരിച്ച ഫാദർ, ഇതും അദ്ദേഹത്തിനൊരു നന്മയുള്ള വഴി തന്നെയാണ്. അതെ, അദ്ദേഹം പറഞ്ഞ പോലെ അതിർത്തികൾക്കപ്പുറത്തേക്ക് പോയി നന്മയുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയുന്നു എന്ന വലിയ ആശ്വാസം. ഒരുപക്ഷെ ഇതുപോലെ പല കൂട്ടായ്മകളും ഉണ്ട്. അപ്പോൾ മാസത്തിൽ 1-2 ദിവസമൊക്കെ വളണ്ടറി ആയിട്ട് നമ്മുടെ ഒരു സേവനം ആംബുലൻസിന് വേണ്ടി നൽകുക, ആംബുലൻസ് ഓടിക്കുക അല്ലെങ്കിൽ അതിനൊപ്പം ചേരുകയൊക്കെ ചെയ്യുക.